നമസ്കാരം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കോൺഗ്രസ് എം പി ആയിട്ടുള്ള അടൂർ പ്രകാശ് നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എടുത്തിടുകയാണ്. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അത് ആത്മഹത്യയാണോ ഇനി കൊലപാതകമാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ എല്ലാവരും തന്നെ അതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലുമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIയെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ. ഈ ഘട്ടത്തിലാണ് അടൂർ പ്രകാശ് ഈ വിഷയം പാർലമെന്റിലും അവതരിപ്പിച്ചിരിക്കുന്നത്. പമ്പുകളുടെ തിരഞ്ഞെടുപ്പും അത് റദ്ദാക്കലുമെല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികളാണ്. അതിനാൽ തന്നെ വിവാദത്തിലായ ഈ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച അന്വേഷണം നടത്തേണ്ടതല്ലേ എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയോട് അടൂർ പ്രകാശ് ചോദിച്ചത്. അതായത് ഒരു പെട്രോൾ പമ്പാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമായ മൂലഹേതു. അതിനെക്കുറിച്ചുള്ള അന്വേഷണം എന്തുകൊണ്ട് കേന്ദ്രതലത്തിൽ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അന്വേഷിക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം അത് കേന്ദ്രത്തിന് കൂടി ഉണ്ടല്ലോ എന്നുകൂടിയാണ് അടൂർ പ്രകാശ് പറഞ്ഞു വെച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞ മറുപടി വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്രം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. കേന്ദ്രമൊന്നും കാണാതിരിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുകയാണ്. കേന്ദ്ര സർക്കാർ സ്വമേവ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയല്ല, മറിച്ച് ആ സംഭവത്തെക്കുറിച്ചുള്ള അതിന് പിന്നിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ്, എവിടെയാണ്, എന്തിനൊക്കെ വേണ്ടിയാണ്, ഏതിനൊക്കെയാണ് ഈ പാളിച്ചകൾ, ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാളിച്ചകൾ എന്നൊക്കെ ഉള്ളതിന് കേന്ദ്രത്തിന് മുന്നിൽ കൃത്യമായ റിപ്പോർട്ടുകൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. കേന്ദ്രം ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അതായത് കണ്ണൂരിലെ കേരള സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തിയെന്നതാണ്. ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കേണ്ടത് കേരള സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരോട് നടപടി എടുക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ ആരെന്നോ അദ്ദേഹത്തിൻ്റെ പദവിയോ പേരോ ഒന്നും പരാമർശിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ആരായിരിക്കും ആ ഉദ്യോഗസ്ഥനെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ സംഭവത്തിൽ സംശയ മുൾമുനയിൽ നിൽക്കുന്നത് കണ്ണൂർ കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയൻ ആണെന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ കഴിയും. ഈ വിവരം കേരള ജനത മനസ്സിലാക്കിയതിനേക്കാൾ വേഗത്തിലും ആഴത്തിലും പരപ്പിലും കേന്ദ്രം മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. കാരണം അതിനെക്കുറിച്ചുള്ള അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുമുള്ള രേഖകളും കേന്ദ്രത്തിൻ്റെ പക്കലേക്ക് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ കേസിൽ അരുൺ കെ വിജയനെ ഉൾപ്പെടുത്താനും കേസിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സർവീസിൽ നിന്ന് മാറ്റി നിർത്താനും കേന്ദ്രം നിർദ്ദേശം നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ നടപടി എടുക്കണമെന്ന് കേന്ദ്രം കേരള സർക്കാരിനോട് നിർദ്ദേശം നൽകുക? ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, അതായത് ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി ആയാലും കേന്ദ്രമായാലും കൃത്യമായ രീതിയിൽ ഒരു വിവരശേഖരണം നടത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്, ഇപ്പോൾ പറയപ്പെടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, നവീൻ ബാബുവിൻ്റെ കുടുംബം, മഞ്ജുഷയുടെയൊക്കെ കുടുംബം അറിയപ്പെടുന്ന CPM കുടുംബാംഗങ്ങളാണ്, CPM അനുഭാവികളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കുടുംബത്തിലും BJP നേതാക്കളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ BJP നേതാക്കൾ എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയുടെ ഏതാണ്ട് ചുമതല വഹിക്കുന്ന തരത്തിലുള്ള വൻ ബന്ധങ്ങളുള്ള BJP നേതാക്കളുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരുമായി മഞ്ജുഷ കൂടിക്കാഴ്ച നടത്തുകയും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നീതിപൂർവമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. കാരണം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞ പത്തനംതിട്ട CPM ഇപ്പോൾ ആ കുടുംബത്തെ കൈയൊഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് CITU നേതാവായിട്ടുള്ള മലയാളപ്പുഴ മോഹനനാണ് മഞ്ജുഷ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞത്. പക്ഷേ ഒടുവിൽ എന്തു പറ്റി? മലയാളപ്പുഴ നേതാവിൻ്റെയും വായ മൂടിക്കെട്ടി
കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് ഭീഷണി ചെന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള, അതായത് എങ്ങനെ കാണണമോ അത്തരത്തിൽ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ മറിയുന്ന രീതിയിലുള്ള ഒരു നീക്കുപോക്കുകൾ കൂടി അവിടെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹവും ഏറ്റവും ഒടുവിൽ പറഞ്ഞത് MP ഗോവിന്ദൻ പറഞ്ഞതിനെ ശരിവെക്കുകയാണ്. അതായത് CBI അന്വേഷണം വേണ്ട, CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറഞ്ഞ MV ഗോവിന്ദന്റെ നടപടി ശരിവെക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആ കുടുംബത്തെ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ പത്തനംതിട്ട CPM വഞ്ചിച്ചു, ചതിച്ചു എന്ന് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ പത്തനംതിട്ട CPM വഴി മഞ്ജുഷയുടെ, അതായത് ADMന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുകയാണ്. MV ഗോവിന്ദൻ ഇടപെട്ട പത്തനംതിട്ട CPMനെ കയ്യിലെടുത്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ വരെ ഈ ഒരു അന്വേഷണത്തിൽ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുന്ന സമയം വരെ ADMന്റെ കുടുംബത്തെ ചേർത്തു നിർത്തിയെന്നല്ല, ചേർത്ത് നിർത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രഭാവലയം ഉണ്ടാക്കി. അതല്ലാതെ അവരെ ചേർത്ത് നിർത്തിയിട്ടില്ല. അവർക്ക് തീർച്ചയായും സംരക്ഷിക്കേണ്ടത് ദിവ്യ ഉൾപ്പെടെയുള്ളവരെയാണ്. കാരണം വൻ അഴിമതികളും കെടുകാര്യസ്ഥതയും നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമുള്ള ഇടപാടുകളാണ് കണ്ണൂരിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിപ്പോർട്ടുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ SIT അന്വേഷണം നടത്തി ഇപ്പോൾ ദിവ്യയ്ക്കും ബാക്കിയുള്ളവർക്കുമെതിരെ തെളിവുകൾ നിർമ്മിച്ചെടുത്തത് വരെ ഇവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ മഞ്ജുഷയും അദ്ദേഹത്തിൻ്റെ ADMന്റെ സഹോദരനൊക്കെ മനസ്സിലാക്കുകയാണ് CPM തങ്ങളെ ചതിക്കുകയായിരുന്നു ഇത്ര നാളും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷയും കുടുംബവും ചേർന്ന ഒരുപക്ഷെ BJP നേതാവായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ കാണാനും അദ്ദേഹത്തോട് ഈ വിഷയം അവതരിപ്പിക്കാനും കാരണമായിട്ടുണ്ടാവുക. അദ്ദേഹത്തോട് ഈ വിഷയം അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം വളരെ കാര്യമായ രീതിയിൽ ഇതിലൊരു അന്വേഷണം നടത്തുകയും ഇതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ കേന്ദ്രം ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി നോക്കുക, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റെക്കോർഡിക്കലിയാണ്. പാർലമെന്റിൽ പറയുന്ന ഓരോ വാക്കും റെക്കോർഡാണ്. ഇനി അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഈ കാര്യത്തിൽ ഇടപെടും എന്നുള്ളത് ഉറപ്പാണ്. പമ്പുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കുകൾ അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സുരേഷ് ഗോപി വഴി തന്നെ, അങ്ങനെ തന്നെ ചിന്തിക്കാം, സുരേഷ് ഗോപി വഴി തന്നെ അതിലെ എല്ലാ കാര്യങ്ങളും, കെടുകാര്യസ്ഥതയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, ബിനാമി ഇടപാടുകൾ അടക്കം അവിടെ നടന്നിട്ടുള്ളതിൻ്റെ തെളിവുകൾ ശേഖരിക്കുമെന്നും അതിലേക്ക് കേന്ദ്ര അന്വേഷണം വരുമെന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അടൂർ പ്രകാശ് ഉന്നയിച്ച ഈ ഒരു കാര്യത്തിന് അത്ര കൃത്യമായി തന്നെ സുരേഷ് ഗോപി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രം അത്രയും ആഴത്തിൽ തന്നെ, അത്ര ഹൃദയത്തോട് ചേർത്ത് വെച്ച് തന്നെ ഈ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പമ്പുമായി ബന്ധപ്പെട്ട TV പ്രശാന്തൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകും. ബിനാമി ഇടപാടായിരുന്നാലും ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും CPMന്റെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കേന്ദ്രം ഇടപെട്ടതോടുകൂടി തന്നെ CBIയോട് ഇതിനെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും CBI ഈ അന്വേഷണം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അരുൺ K വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇനിയിപ്പോൾ പെൻഷൻ പോലും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ സർവീസിൽ തുടരാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹം ഇത്രയേറെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് കൂട്ടുനിന്ന് അരുൺ K വിജയൻ എന്ന കളക്ടർ ആ പദവിയിൽ നിന്ന് തെറിക്കുമെന്ന് തന്നെ കരുതണം. മാത്രമല്ല അദ്ദേഹം ഇനി ഇത്തരത്തിലൊരു കാര്യത്തിന് ഇടപെടാനെന്നല്ല, അദ്ദേഹം ഇനി പുറം ലോകം കാണുമോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അരുൺ K വിജയൻ തീഹാർ ജയിലിലേക്ക് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം അത്രയേറെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തിയതിൻ്റെ തെളിവുകളാണ് അരുൺ K വിജയനെതിരെ കേന്ദ്രത്തിൻ്റെ പക്കൽ എത്തിച്ചേർന്നിട്ടുള്ളത്. CBI അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ തെളിവുകളെല്ലാം CBIക്ക് കേന്ദ്രം കൈമാറുകയും അതിലൂടെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യും. മാത്രമല്ല അരുൺ K വിജയൻ ഇനി ഇത്തരത്തിലുള്ള രക്ഷപ്പെടുത്താൻ വേണ്ടി, ദിവ്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നല്ല, അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് പോലും ഇനി ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം തീഹാർ ജയിലിലേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് കരുതേണ്ടിയും വരും. നന്ദി.